ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ സമയം 4:50 കേട്ടോ. 4:50 നിങ്ങൾ ഈ ചെറിയൊരു വെട്ടം കാണുന്നത്. സൂര്യൻ അങ്ങനെ പരപരാ ഉദിച്ചു വരുന്ന പോലെ ഒടുക്കത്തെ തണുപ്പാട്ടോ, അൺസൈക്കബിൾ. -3°C എന്നാണ് നാട്ടിൽ വന്ന് നോക്കിയപ്പോൾ കണ്ടത്. 5 മണിയായപ്പോഴത്തേക്ക് നല്ല രീതിയിൽ വെട്ടം വന്നു കേട്ടോ. പക്ഷേ കുറേ പേരൊക്കെ തണുപ്പ് കാരണം ടെൻറ്റിൻ്റെ പുറത്തുപോലും ഇറങ്ങിയിട്ടില്ല. നമ്മൾ നൈസായിട്ട് ഇറങ്ങി കുറച്ച് നേരം നടന്ന് തീയൊക്കെ കാഞ്ഞിങ്ങനെ ഇരിക്കുവാണ്. നമ്മൾ ഇന്നലെ കിടന്ന ഡോർമെട്രിയുടെ പുറകിലായിട്ട് കാണുന്ന മലനിരയാണ് കേട്ടോ. അത് അവിടെയാണ് സൂര്യൻ്റെ വെട്ടം ഇങ്ങനെ അടിച്ചിട്ട് ഗോൾഡൻ കളർ, നല്ല രസമുണ്ട്. എനിക്ക് തണുപ്പ് കാരണം ഫോണൊന്നും കൈ പിടിക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ അതേ ഡോർമെട്രിയുടെ പുറത്ത് ആൾക്കാരൊക്കെ റെഡി ആയിട്ട് വന്നിപ്പോണ്ട് ട്രക്കിന് വേണ്ടി. നമ്മുടെ പ്രൊഫഷണൽ ഗൈഡ് വില്ലിച്ചായനെ രാവിലെ തന്നെ കാണാനില്ല. അതുകൊണ്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്നോ വഴി എങ്ങോട്ടാണെന്നൊരു നിശ്ചയമില്ല. കുറേ നേരം ഇങ്ങനെ നോക്കി ചെയ്തിട്ട് നമ്മൾ അവസാനം ഹെലിപ്പാഡ് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ജക്കാമ വഴി ഇറങ്ങാനായിരുന്നു. അപ്പോൾ അങ്ങോട്ടുള്ള വഴി നേരെയാണോ എന്ന് അറിയാത്തതുകൊണ്ട് ബാഗ് എടുക്കണോ വേണ്ടതൊരു കൺഫ്യൂഷനിലാണ്. അപ്പോൾ എന്തായാലും ഹെലിപ്പാഡ് വരെ ഒന്ന് പോകാന്നുള്ള രീതിയിൽ നമ്മൾ മുന്നിലോട്ട് നടക്കുകയാണ്. സുരാജേട്ടനില്ല, ബാക്കി ഞങ്ങൾ 5 പേരോട്ട് നടക്കുകയാണ്. കുറേയേറെ നടക്കാനുണ്ടായിരുന്നത് താഴോട്ടൊരു ഇറക്കമാണ്. അപ്പോൾ അങ്ങനെ ഇറക്കം ഇറങ്ങി ഒരു പാലവും കയറി നമ്മൾ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എനിക്കൊന്ന് സൂക്കുവലിൻ്റെ അടിത്തട്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ അവസാനം എത്തിയിരിക്കുകയാണ് സൂക്കുവാലിയുടെ ടോപ്പിൽ. ഇവിടെ നമുക്ക് കാണാം സൂക്കുവാലി ഹെലിപ്പാഡ്. പിന്നെ ഇവിടെ വരെ വരാൻ ഒരാൾക്ക് ചിലവാകുന്ന ടിക്കറ്റ് റേറ്റ് ആണ് 2300 രൂപ. ലിറ്ററലി ബ്രെത്ത് ടേക്കിംഗ് വ്യൂ. എനിക്ക് ശ്വാസം കിട്ടുന്നേ ഇല്ല. നമ്മൾ നടന്ന അവസാനം എത്തിയത് നമ്മളെ ഡോർമെട്രിയുടെ അവിടുന്ന് ഓപ്പോസിറ്റ് കാണുന്ന മലയുടെ മണ്ടയ്ക്ക്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡോർമെട്രി കാണാം. ആ ഒരു കൂന പോലെ മേൽക്കൂര കണ്ടില്ലേ, അതാണ് നമ്മുടെ ഡോർമെട്രി. ഇവിടെ കിട്ടിലം വ്യൂ ആട്ടോ, സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. മലനിരകളാൽ സൂക്കുവാലിയുടെ ഭംഗി കിട്ടിലം തന്നെ. ഈ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഹെലിപ്പാഡ് വരുന്നത്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഓഫ് ബ്രില്യൻറ്റ്. ഇപ്പോൾ നമ്മൾ ഹെലിപ്പാഡിൻ്റെ മുകളിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വ്യൂ ഭയങ്കര അടിപൊളിയായിട്ടോ. അപ്പോൾ ആൾക്കാർ ഫോട്ടോയും പരിപാടിയൊക്കെ എടുക്കുന്നുണ്ട്. ഒരാൾ മെഡിറ്റേറ്റ് ചെയ്യുന്നു.